മഹാഭാരതത്തിലെ ധീരനും ദാനശീലനും സൗഹൃദത്തിനായി ജീവൻ നൽകിയ ധീരന്മാരിൽ ധീരനായ ദാനത്തിൻ്റെ പര്യായപദമായ കാന്തേയനായ സൂര്യപുത്രൻ, കവചകുണ്ടലധാരിയായ സാക്ഷാൽ കർണന്റെ വിജയധനുസ്. വിജയധനുസിനെ കുറിച്ച് വിശദമായി ഒന്ന് നോക്കിക്കാണാം. മഹാഭാരതത്തിൽ വിജയ എന്ന പേരുള്ള 2 ധനുസ്സുകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അതിലൊന്ന് വിദർഭ രാജകുമാരനായ രുക്മിയുടേത് ആകുന്നു. രുക്മി എന്നാൽ കൃഷ്ണപത്നിയായ രുക്മിണിയുടെ സഹോദരനാണ്. ഹിമാലയൻ താഴ്വാരങ്ങളിൽ വിരാജിച്ചിരുന്ന ഒരു ഗോത്രവിഭാഗമാകുന്നു കിം പുരുഷന്മാർ എന്നത്. ആ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ദ്രുമൻ. ദ്രുമൻ എന്നാൽ രുക്മിയുടെ ഗുരുവായിരുന്നു. ഉത്തമനായ ശിഷ്യൻ ആയിരുന്നതിനാൽ തന്നെ രുക്മിക്ക് ദ്രുമനാൽ നൽകിയ സമ്മാനമായിരുന്നു വിജയധനുസ്. ഇവയെല്ലാം വ്യാസമഹർഷി ഉദ്വേഗപർവത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ ശാപം അർജുനന്റെ ഗാണ്ഡീവത്തോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു മഹാധനുസ്സായിരുന്നു. എന്നാൽ വിദർഭയുടെ ജാമാതാവും രുക്മിയുടെ സഹോദരീപതിയും സാക്ഷാൽ നാരായണാവതാരവുമായ വസുദേവകൃഷ്ണനുമായി നടന്ന യുദ്ധവേളയിൽ അദ്ദേഹത്തിൻ്റെ ധാരകവില്ലിനാൽ ഛേദിച്ചു ആ വിജയധനുസ്. അതോടുകൂടി രുക്മിയുടെ ആ ദിവ്യധനുസ് ഇല്ലാതാകുകയും ചെയ്തു. എന്നാൽ അടുത്തതായി വിജയ എന്ന നാമത്തിൽ വ്യാസൻ പരാമർശിക്കുന്ന ധനുസ് കർണന്റെ ചാപമായ വിജയധനുസ്സാകുന്നു. ഈ ദിവ്യചാപം നിർമ്മിച്ചത് ദേവശില്പിയായ ശില്പകലകളുടെയും നിർമ്മാണ കലകളുടെയും മൂർത്തിയായ വിശ്വകർമാവാണ്. വിജയധനുസിന്റെ പിറവി ഇപ്രകാരമാകുന്നു. അസുരരാജാവാകുന്ന താരകാസുരന്റെ പുത്രന്മാരാകുന്നു കമലാക്ഷൻ, താരകാക്ഷൻ, വിദ്യുന്മാലി എന്നിവർ. ഇവർ ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ചു. കാലങ്ങൾ കഴിഞ്ഞു, യുഗങ്ങളും കടന്നുപോയി, ഋതുക്കൾ മാറി മാറി വന്നു. എങ്കിലും അവർ തപസ്സിൽ മുഴുകി. കാലങ്ങൾ കഴിഞ്ഞ് സൃഷ്ടിയുടെ കർത്താവ് അവരുടെ മുൻപാകെ പ്രത്യക്ഷനായി. താരകപുത്രന്മാരുടെ തപസ്സിൽ സംതൃപ്തനായ ബ്രഹ്മദേവന് മുൻപാകെ അവർ തങ്ങളുടെ ആവശ്യം അറിയിച്ചു. ആരാലും തങ്ങളെ വധിക്കപ്പെടരുത് എന്നതായിരുന്നു അവരുടെ ആവശ്യം. എന്നാൽ ബ്രഹ്മദേവൻ അത് സാധ്യമാകില്ല എന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക എന്നത് പ്രപഞ്ച നിയമമാണെന്നും പറഞ്ഞു. അതുപ്രകാരം താരകപുത്രന്മാർ ഇങ്ങനെ ആവശ്യപ്പെട്ടു: തങ്ങൾ മൂവരും അങ്ങയുടെ പ്രസാദത്താലും കൃപാകടാക്ഷത്താലും പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണം. ശേഷം 1000 വർഷം തികയുമ്പോൾ തങ്ങൾ മൂവരും നേർരേഖയിൽ ആഗതരാകണം. അതിനുശേഷം വീണ്ടും ഞങ്ങൾ 1000 വർഷത്തോളം എതിർദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പ്രപഞ്ചത്തെ പര്യടനം ചെയ്യുകയും ചെയ്യും. വീണ്ടും ഞങ്ങൾ നേർരേഖയിൽ വരുന്ന ആ നിമിഷം ഞങ്ങൾക്ക് മരണം സംഭവിക്കാവൂ, അതും ഒരൊറ്റ അമ്പിനാൽ മാത്രം. അങ്ങനെയുള്ള അവരുടെ ആവശ്യം ബ്രഹ്മദേവൻ അംഗീകരിച്ചു. എന്നാൽ അവർ പറഞ്ഞതുപോലെ അവരെ വധിച്ചത് സാക്ഷാൽ താണ്ഡവമൂർത്തിയാകുന്നു. താരകപുത്രന്മാരെ വധിക്കുന്നതിനായി സൃഷ്ടിക്കപ്പെട്ട ബാണത്തിൽ നാരായണ ചൈതന്യവും അഗ്രഭാഗത്ത് അഗ്നിയാലും കടക്കൽ ഭാഗത്ത് വായുദേവനും അമർന്നുകൊള്ളുന്നു. എന്നാൽ ഇത്രയും ശക്തി സ്രോതസ് തൊടുത്തുവിടാൻ പറ്റും തരത്തിലുള്ള ഒരു വില്ല് ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ മഹാദേവന്റെ നിർദ്ദേശാർത്ഥം ദേവശില്പി ആ ധനുസ് നിർമ്മിച്ചു. അങ്ങനെ ആ വിജയധനുസ് ജന്മമെടുത്തു. ത്രിപുരത്തെ ഇല്ലാതാക്കിയ ശേഷം മഹാദേവൻ ഈ വില്ല് ഇന്ദ്രദേവനെ ഏൽപ്പിച്ചു. ഈ ദേവവില്ല് കുലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം ശത്രുവിനെ അന്ധകാരത്തിലാക്കുന്നു. ഈ ശാപം ഉപയോഗിച്ചത് 3 പേർ മാത്രമാണ് ഈ ലോകത്ത്. അതൊന്ന് മഹാദേവനും, പിന്നൊന്ന് പരശുരാമനും, പിന്നെ കർണനുമാകുന്നു. ക്ഷത്രിയ ശത്രുവായ പരശുരാമൻ ശിവഭഗവാനെ തപസ് ചെയ്ത് തൃപ്തിപ്പെടുത്തി കരസ്ഥമാക്കിയ ഈ മഹാശാപം പ്രിയ ശിഷ്യനായ കർണന് നൽകി. കർണന്റെ മരണശേഷം ഈ ശാപം ഇന്ദ്രനിൽ തന്നെ തിരികെ ചെല്ലുകയും
ഇന്ദ്രദേവനാവട്ടെ ആയുധങ്ങളുടെ സൂക്ഷിപ്പുകാരനായ വരുണദേവനെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ ധനുസ്. ഇന്നും ഭദ്രമായ ആ ധനുസ് ഗാണ്ഡീവത്തോടു കൂടി വരുണദേവന്റെ സമക്ഷം സൂക്ഷിച്ചിരിക്കുന്നു.